1947 നിരവധി ഡച്ച്, അമേരിക്കൻ, ഇംഗ്ലീഷ് കപ്പലുകളിലേക്ക് ഒരു ദിവസം വിചിത്രമായ ഒരു SOS സന്ദേശം ലഭിക്കുന്നു. സാധാരണ അപകടഘട്ടങ്ങളിൽ സഹായം ലഭിക്കാനും മറ്റും അയക്കുന്നതാണ് SOS സന്ദേശങ്ങൾ. ആ സിഗ്നൽ ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം ഇതായിരുന്നു: ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചാർട്ട് റൂമിലും ബ്രിഡ്ജിലും മരിച്ചു കിടക്കുന്നു. ഒരുപക്ഷെ എല്ലാവരും മരിച്ചിരിക്കാം. പിന്നീടൊന്ന സന്ദേശം അത് വെറും 2 വാക്കുകൾ അവസാനിച്ചു: ഞാനും മരിക്കുന്നു. ആരാണ് ഈ സന്ദേശം അയച്ചത്? എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ദ സ്റ്റോറി ഓഫ് എ മിസ്റ്ററി ഷിപ്പ് SS ഔറംഗ്-മെഡാൻ. ഇന്ത്യൻ ഓഷ്യനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സിൽവർ സ്റ്റാർ എന്ന കപ്പലിലേക്കും, സിൽവർ സ്റ്റാർ ഒരു അമേരിക്കൻ വ്യാപാര കപ്പലാണ്, ഈ കപ്പലിലേക്കും SOS സന്ദേശം ലഭിച്ചിരുന്നു. ഇന്ത്യൻ ഓഷ്യനും പസഫിക് ഓഷ്യനും ഇടയിലുള്ള കപ്പൽ പാതയിൽ ഏതോ ഒരു ഭാഗത്താണ് ഈ SOS അയച്ച കപ്പൽ എന്ന കാര്യം സിൽവർ സ്റ്റാറിലെ നാവികർ മനസ്സിലാക്കുന്നു. കപ്പലിന്റെ ശരിക്കുള്ള സ്ഥാനം ട്രാക്ക് ചെയ്തതിനായി റേഡിയോ ലിസണിംഗ് സ്റ്റേഷനുകളുടെയും മറ്റു പലരുടെയും സഹായം നാവികർ കിട്ടിയിരുന്നു. അവർക്ക് കിട്ടിയ സന്ദേശം വിചിത്രമായതുകൊണ്ട് തന്നെ സിൽവർ സ്റ്റാർ കപ്പൽ ക്യാപ്റ്റൻ കാര്യങ്ങളെല്ലാം തന്നെ അധികാരികളോട് പറയുന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനായി അവർ SOS അയച്ച കപ്പലിനായി തിരച്ചിൽ ആരംഭിക്കുന്നു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവർ അവസാനം മലാക്ക കടലിടുക്കിനടുത്തെത്തി. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ കടൽപ്പാതയാണ് മലാക്ക കടലിടുക്ക്. അവിടെ എത്തിയപ്പോൾ കുറച്ച് ദൂരെയായി ലക്ഷ്യമല്ലാതെ എങ്ങോട്ട് ഒഴുകി നടക്കുന്ന ഒരു കപ്പൽ അവർ കണ്ടെത്തി. SS ഔറംഗ്-മെഡാൻ എന്ന ഡച്ച് ചരക്ക് കപ്പലായിരുന്നു അത്. അതിൽ നിന്നാണ് സന്ദേശങ്ങൾ പല കപ്പലുകളിലേക്ക് പോയത്. സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ തുടർച്ചയായി ഔറംഗ്-മെഡാൻ എന്ന കപ്പലിനെ ബന്ധപ്പെടാൻ പലപ്പോഴായി സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരുന്നു. പലതവണ അയച്ചിട്ട് മറുപടി ലഭിക്കാൻ വന്നപ്പോൾ സിൽവർ സ്റ്റാർ കപ്പലിലെ ക്യാപ്റ്റൻ കൂടുതൽ അടുത്തേക്ക് പോയി കപ്പലിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. കപ്പലുകൾ തമ്മിൽ അടുക്കും തോറും അവർ വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയും വിസിലുകൾ മുഴക്കുകയും മറ്റും ചെയ്തു. പക്ഷേ ഔറംഗ്-മെഡാനിൽ നിന്നും യാതൊരുവിധ മറുപടിയോ അനക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആ കപ്പൽ ജീവനില്ലാതെ, ലൈറ്റുകളില്ലാതെ നിശബ്ദമായി എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരുന്നു. കപ്പൽ പൂർണ്ണമായും ഓഫായ നിലയിലാണെന്ന് അവർക്ക് മനസ്സിലായി. കപ്പലുകൾ പരസ്പരം അടുപ്പിച്ചതിന് ശേഷം ഏതാനും നാവികരോട് ഔറംഗ്-മെഡാനിൽ കയറി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെടുന്നു. ഇത്രയും സന്ദേശങ്ങൾ അയച്ചതിന് ശേഷം ഒരു മറുപടി പോലും കിട്ടാത്ത കൊണ്ടും ഒരു പ്രേതക്കപ്പൽ പോലെ നിശബ്ദമായ ഒഴുകി നടക്കുന്നത് കണ്ടപ്പോഴും ദുരൂഹമായ എന്തൊക്കെയോ തങ്ങളെ ആ കപ്പലിൽ കാത്തിരിക്കുന്നതായി അവർക്ക് തോന്നി. എന്തായാലും ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ അവർ രണ്ടും കൽപ്പിച്ച് ഔറംഗ്-മെഡാനിലേക്ക് കയറുന്നു. കയറിയ ഉടനെ തന്നെ ആ കപ്പലിന്റെ ഡെക്കിൽ കണ്ട കാഴ്ചകൾ അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ഹൊറർ സിനിമയുടെ രംഗം പോലെ കപ്പലിന് ഡെക്ക് നിറയെ വിചിത്രമായ രീതിയിൽ മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം കപ്പൽ ജീവനക്കാർ. തണുത്ത് മരവിച്ച് മരിച്ചു കിടന്ന അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി ആകാശത്തേക്ക് നോക്കി എന്തോ പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ട് കിടക്കുന്ന രീതിയിലായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും കൈകൾ പിന്നിലേക്ക് പിരിച്ചു പിടിച്ച് എന്തോ ഒരു ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അവസ്ഥയിലായിരുന്നു. അവിടെ കിടന്നിരുന്ന ഒരു വളർത്തുനായ പോലും ഇതേ രീതിയിൽ എന്തോ കണ്ട് പേടിച്ച് ചത്തു കിടക്കുകയാണെന്ന് നാവികർക്ക് മനസ്സിലായി. എന്തായാലും വളരെ വേദനയും ഭയവും അനുഭവിച്ചാണ് എല്ലാവരും മരിച്ചു കിടന്ന കാഴ്ചകളിൽ നിന്ന് നാവികർക്ക് മനസ്സിലായി. പക്ഷേ ഈ മരിച്ചു കിടന്നവരുടെയും ശരീരത്തിൽ മുറിവുകളോ രക്തമോ ചുറ്റും ആയുധങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേർ ഒരേപോലെ മരിച്ചു കിടന്നത് എന്നുള്ള അവർക്ക് ആശ്ചര്യവും ഒപ്പം ഭയവും ഉണ്ടാകുന്നു. പേടിയോടെയാണെങ്കിൽ അവർ കപ്പലിനുള്ളിലേക്ക് കയറുന്നു. കപ്പലിന്റെ പല റൂമുകളിൽ നിന്നും ക്യാപ്റ്റനെയും ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ മരിച്ച അവസ്ഥയെ കണ്ടെത്തി. അവർ കപ്പൽ മുഴുവനായി പരിശോധിച്ചു. പക്ഷേ കപ്പലിന് യാതൊരുവിധ കേടുപാടുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. കപ്പലിന്റെ ഏറ്റവും ചൂടേറിയ ഭാഗങ്ങളിലൊന്നാണ് ബോയിലർ റൂം. പക്ഷേ ആ ഭാഗത്ത് വളരെയധികം തണുപ്പാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അവസാനം SOS സന്ദേശം അയച്ച കപ്പൽ ജീവനക്കാരനെ നാവികർ കണ്ടെത്തി. ഒരുപക്ഷെ അയാളാകും ആ കപ്പലിൽ അവസാനം മരിച്ചത്. മരിച്ചു കിടന്ന അയാളുടെ ഒരു കൈ SOS അയക്കുന്ന മെഷീന്റെ സ്വിച്ചിലായിരുന്നു. അയാളുടെ മുഖവും ഭയന്ന് കണ്ണുകൾ തള്ളി പുറത്തേക്കിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ മരിച്ചു കിടന്ന എല്ലാവരുടെയും ശരീരം പെട്ടെന്ന് തന്നെ ജീർണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോടെ കപ്പലിൽ നിന്നും വേഗം ഇറങ്ങിയ നാവികർ ഔറംഗ്-മെഡാനിൽ കണ്ട വിചിത്രമായ കാര്യങ്ങൾ ക്യാപ്റ്റനെ അറിയിച്ചു. ശരിക്കും എന്ത് സംഭവിച്ചു എന്ന് കൂടുതൽ പരിശോധിക്കാൻ ഈ പ്രേത കപ്പലിനെ കരയിലേക്ക് കെട്ടിവലിക്കാൻ സിൽവർ സ്റ്റാറിന്റെ ക്യാപ്റ്റൻ തീരുമാനിക്കുന്നു. അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ ഔറംഗ്-മെഡാന്റെ എഞ്ചിൻ ഭാഗത്തു നിന്ന് ശക്തമായ കറുത്ത പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കപ്പൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന അപകടമാണെന്ന് നാവികർക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് തന്നെ അവർ ദൗത്യം ഉപേക്ഷിച്ച് സിൽവർ സ്റ്റാറിലേക്ക് തിരിച്ചു കയറുന്നു. സിൽവർ സ്റ്റാർ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടെ SS ഔറംഗ്-മെഡാൻ പൊട്ടിത്തെറിക്കുകയും ഇന്ത്യൻ ഓഷ്യനിലേക്ക് മുങ്ങിത്താഴുകയും ചെയ്തു. ഭാഗ്യം കൊണ്ടാണ് സിൽവർ സ്റ്റാർ കപ്പലും അതിലെ ജീവനക്കാരും രക്ഷപ്പെടുന്നത്. സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം അപ്പോൾ തന്നെ കപ്പലിലെ നാവികർ ചുറ്റുപാടുള്ള പോർട്ടുകളിലേക്കും നേവി ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നു. ഇന്തോനേഷ്യൻ നേവി സംഭവ സ്ഥലത്തെത്തി മുങ്ങിപ്പോയ കപ്പലിനായി തിരച്ചിലുകൾ നടത്തി. പക്ഷേ അവർക്ക് ഒന്നും തന്നെ കണ്ടുപിടിക്കാനായില്ല. ശരിക്കും SS ഔറംഗ്-മെഡാന് എന്ത് സംഭവിച്ചു? എവിടെ നിന്നാണ് ഈ കപ്പൽ വന്നത്? എല്ലാവരും ഒരേ രീതിയിൽ മരിക്കാൻ എന്താണ് കാരണം? 1952 US കോസ്റ്റ് ഗാർഡ് അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് SS ഔറംഗ്-മെഡാൻ എന്ന കപ്പലിനെ കുറിച്ച് ചർച്ചകൾ തുടങ്ങുന്നത്. എന്നാൽ ഈ കപ്പലിനെ കുറിച്ച് പല പ്രശസ്ത ബ്രിട്ടീഷ്, ഡച്ച് പത്രങ്ങളിലും മാഗസിനുകളിലും വളരെ മുൻപ് തന്നെ വാർത്തകൾ വന്നിരുന്നു.
പക്ഷെ വന്ന വാർത്തകളെല്ലാം തന്നെ കപ്പൽ ദുരന്തം ഉണ്ടായ വർഷം, സ്ഥലം, സമയം എന്നിവയെല്ലാം പലതായിരുന്നു. US കോസ്റ്റ് ഗാർഡ് ഈ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് ഈ കപ്പലിനെ കുറിച്ചും സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചും ഒക്കെ പലരും ഗവേഷണങ്ങളും മറ്റും നടത്തുന്നത്. അങ്ങനെ നടത്തിയതിനു ശേഷം പുറത്തു വന്ന പല തിയറികളിൽ പ്രധാനപ്പെട്ട 4 തിയറികൾ നമുക്കൊന്ന് പരിശോധിക്കാം. കപ്പലിന് സംഭവിച്ച തകരാറുകൾ മൂലം പുറത്തു വന്ന കാർബൺ മോണോക്സൈഡ് വിഷബാധയാണ് ആളുകളുടെ മരണകാരണമെന്നാണ് അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന വിൻസെന്റ് ഗാഡിസ് അദ്ദേഹത്തിന്റെ ഇൻവിസിബിൾ ഹൊറൈസൺ ദ മിസ്റ്ററീസ് ഓഫ് ദ സീ എന്ന പുസ്തകത്തിൽ പറയുന്നത്. അതിനുശേഷമുള്ള തീപിടുത്തത്തിൽ കപ്പൽ പൊട്ടിത്തെറിക്കുകയും കടലിൽ മുങ്ങിത്താഴുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇവിടെ വിചിത്രമായ രീതിയിൽ ആളുകൾ എന്തുകൊണ്ട് മരിച്ചു കിടന്നു എന്നുള്ള കൃത്യമായ കാര്യങ്ങളൊന്നും വിൻസെന്റ് ഗാഡിസിന്റെ പുസ്തകത്തിൽ പറയുന്നില്ല. സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന കാലഘട്ടത്തിൽ ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കപ്പലായിരുന്നു SS ഔറംഗേഡാൻ. പൊട്ടാസ്യം സയനൈഡ്, നൈട്രോഗ്ലിസറിൻ പോലുള്ള രാസവസ്തുക്കളും ഇല്ലീഗലായ പല കെമിക്കലുകളും രഹസ്യമായി കൊണ്ടുപോകുന്നതിന് സംഭവിച്ച അപകടമാണ് കപ്പൽ തകർത്തതെന്ന് പറയുന്നു. പുറം ലോകം അറിയാതിരിക്കാൻ രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ പേര് മാറ്റിയ ഒരു കപ്പലാകും SS ഔറംഗേഡാൻ എന്നും പറയുന്നു. ഒരുപക്ഷെ സയനൈഡ് പോലുള്ള കെമിക്കലുകൾ ചോർന്നത് കൊണ്ടാവാം കപ്പലിൽ ഉണ്ടായിരുന്നവർ ഒരേ രീതി മരണപ്പെട്ട് കിടന്നതെന്നും ഈ തിയറിയിൽ വിശദീകരിക്കുന്നു. ഇന്തോനേഷ്യയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് മലാക്ക കടലിടുക്കിൽ ഗോറില്ല യുദ്ധങ്ങൾ പതിവായിരുന്നു. ആ സമയത്ത് അതുവഴി കടന്നുപോയ ഔറംഗേഡാൻ ഒരു ഡച്ച് കപ്പലായതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് കപ്പലിനെ ആക്രമിക്കുകയും ആളുകളെല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തെന്ന് പറയുന്നു. പിന്നീട് ഈ കാര്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കുക ഇന്തോനേഷ്യൻ ഗവൺമെന്റ് തന്നെ ഇതെല്ലാം കവറപ്പ് ചെയ്തുവെന്നും ഈ തിയറിയിൽ പറയുന്നു. പക്ഷെ കപ്പലിൽ മരിച്ചു കിടന്നവരുടെ ദേഹത്ത് മുറിവുകളോ രക്തമോ ഒന്നും തന്നെ സിൽവസ്റ്റാറിലെ നാവികർ കണ്ടില്ല എന്ന് പറയുന്നിടത്ത് ഈ തിയറിയും ശരിയാണെന്ന് തോന്നുന്നില്ല. SS ഔറംഗേഡാൻ എന്ന കപ്പൽ ഉണ്ടായിട്ടേയില്ല. ഇങ്ങനെയൊരു കപ്പൽ നിർമ്മിച്ചതായോ രജിസ്റ്റർ ചെയ്തതായോ ഒരു രേഖകളും കണ്ടെത്താൻ പറ്റിയില്ല. ഏതെങ്കിലും പോർട്ടുകളിൽ നിന്നും ഈ കപ്പൽ വന്നതിൻ്റെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ഇത് തികച്ചും ഒരു കെട്ടുകഥയാണെന്ന് ചിലർ പറയുന്നു. അങ്ങനെ പല പല കോൺസ്പിറസി തിയറികൾ മാത്രമാണ് ഇന്ന് SS ഔറംഗേഡാൻ എന്ന കപ്പലിനെ കുറിച്ച് ബാക്കിയുള്ളത്. എന്നാലും പല കപ്പലുകളിൽ കിട്ടിയ SOS സന്ദേശങ്ങൾ, US കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ട വാർത്ത, അതുപോലെ പല ഗവേഷകരുടെ പഠനങ്ങൾ, പത്രവാർത്തകൾ ഇവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കപ്പൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാനും പറ്റില്ല. അവസാനമായി പറയാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, SS ഔറംഗേഡാൻ സംഭവിച്ച അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പുറത്തുവിടാത്ത എന്തെങ്കിലും വലിയ രഹസ്യമാകാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കപ്പൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന രേഖകൾ ഉണ്ടാക്കാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായം ലഭിച്ചിട്ടുമുണ്ടാവാം. 2, തിയറി 4 പറയുന്ന പോലെ ഇങ്ങനെയൊരു കപ്പൽ ഉണ്ടായിട്ടേ ഇല്ല. എന്തായാലും SS ഔറംഗേഡാൻ എന്ന പ്രേത കപ്പൽ ഇപ്പോഴും മിസ്റ്ററിയായി തുടരുന്നു. ഒന്നെങ്കിൽ കഥകളിൽ, അല്ലെങ്കിൽ കടലിനടിയിൽ.